ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ വ്ളോഗായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളും പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പെരുന്നാൾക്കായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരുപാടങ്ങ് ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട്, അപ്പം സൈനസിൻ്റെയൊക്കെ ഒരു സർജറി കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ ഒന്ന് ഇത്തിരി മൊത്തത്തിലൊരു അലങ്കോലത്തിലങ്ങ് കിടക്കായിരുന്നു. ഒത്തിരി പൊടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. എങ്കിലും എനിക്ക് ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഒരുവിധം മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരുവിധം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും മോളും കൂടെ സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാക്കൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടെന്ന് അതൊക്കെ മാറ്റി. അപ്പം റൂമും എല്ലായിടത്തും ഒരുവിധം ഒന്ന് തുടച്ചൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ താഴത്തെ ഫ്ലോർ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്വം ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് 5 തവണ ഒന്ന് മോപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. മുകളിലോട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഈ ഒരു തറയുണ്ടല്ലോ, തടിയിലുള്ള ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ റിസ്ക് കൂടുതലായിരിക്കും. ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള ചാൻസ് എന്തായാലും കൂടുതലാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ഇൻഫെക്ഷൻ കൂടുന്നത് തന്നെ ആ ഒരു മുകളിൽ കയറി ക്ലീൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. മിക്ക ദിവസം എനിക്ക് അസുഖം കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് ഒഴിവാക്കും. സർജറിയും കൂടെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അത്രയും റിസ്ക് എടുക്കാണ്ട് ഞാൻ നിന്നില്ല. താഴെ മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നില്ല. അതായത് നമ്മൾ കാണുന്ന സ്ഥലമെങ്കിലും ഒന്ന് നീറ്റായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു ബഹൂറൊക്കെ കത്തിച്ച് വെച്ച് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വരുത്തിച്ചിട്ടുണ്ട് വീട്ടിൻ്റെ അകത്ത്. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മോളുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന അത്രയും നീറ്റായിട്ട്. പിന്നെ ഇത് ഇപ്പം അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അന്നത്തെ ദിവസം പിന്നെ പകലൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ടൊരു 4 മണിയായപ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും കിച്ചണിലോട്ട് വന്നത്. അന്ന് നോമ്പായതൊരു നോമ്പുണ്ടല്ലോ. അപ്പോൾ ആ ഒരു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെന്തായാലും അടുത്ത ദിവസം പെരുന്നാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാത്രിത്തേക്കും രാവിലത്തേക്കും ഇപ്പോൾ തന്നെ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു മട്ടൻ കറി തയ്യാറാക്കി എടുക്കുന്നതാണ്. നമ്മൾ വാങ്ങിച്ച പുതിയ കുക്കറിൽ അതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അടുത്തൊരു മട്ടൻ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുക്കറൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 4 സവാള ഒന്ന് സ്ലൈസ് ആക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ പറയുന്നത്. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 6-7 പച്ചമുളകും ഒരു 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് ഇഞ്ചി. പിന്നെ ഒരു 10-15ഓളം ചെറിയുള്ളി എപ്പോഴും മട്ടൻ കറിക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരുപാട് പേസ്റ്റ് ആക്കരുത്. എപ്പോഴും നമ്മളിങ്ങനെ ചതച്ച് ചേർക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റും മണം നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് ചതച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. സാധാരണ പെരുന്നാളെന്നൊക്കെ പറയുമ്പം എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഞാൻ തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഞാൻ എല്ലാം അങ്ങ് വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഒരു മെയിൻ കോഴ്സ് മാത്രം തയ്യാറാക്കിയിട്ട് വേണ്ടാതെ എവിടെയെങ്കിലും പോയിരിക്കാം, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാൻ രാത്രി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം അങ്ങനെ വലിയ ഗസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഫുഡ് തയ്യാറാക്കാൻ വേണ്ടാതെ എവിടെയെങ്കിലും കിടന്ന് റെസ്റ്റ് എടുക്കുക, അത് മാത്രമായിരുന്നു മനസ്സിലുള്ള ചിന്ത. പിന്നെ ആ ഒരു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എൻ്റെ ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളതിലേക്ക് ഇനി മട്ടൻ ചേർത്തെടുക്കാം. ഇവിടെ ഒരു 1.25 കിലോ മട്ടനാണ്, ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇത് മട്ടനും ചിക്കനൊക്കെ രാവിലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് പിന്നെ കറി വെക്കാനായിട്ടൊന്ന് എടുത്തിട്ട് റെഡിയാക്കുന്നതാണ്. പിന്നെ ചിക്കൻ ഞാൻ കൈ ഉടനെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി അങ്ങ് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തത്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മട്ടൻ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് വെള്ളം, അതായത് ഒരു 3/4 കപ്പോളം തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിതൊരു 3-4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ കുക്കർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു അടപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല, എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാനുള്ളതെന്ന്. നമ്മൾ സാധാരണ കഴുകുമ്പോൾ കഴുകാം, പക്ഷേ എങ്കിലും ആ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും കയറി നമ്മൾ എങ്ങനെ കഴുകും എനിക്കൊരു പിടുത്തമില്ല. എന്തെങ്കിലും അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഊരി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടെ കേട്ടോ. ഇതുപോലത്തെ കുക്കർ ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് അറിഞ്ഞൂടെ ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു 4-5 വിസിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫ്ലെയിമൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചു. ഒരു പ്രഷറൊക്കെ ഒന്ന് തന്നെ പോയതിന് ശേഷമാണ് അടപ്പൊന്ന് ഞാൻ മാറ്റുന്നത്. വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ടേ മട്ടനിൽ നിന്ന് തന്നെ.
നന്നായിട്ട് പാകമായിട്ടില്ല, എങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. വീശി ഇടിയപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് തേങ്ങയൊക്കെ വെച്ചിട്ടാണ് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ഇനിതാ ഒരു മട്ടൻ കറിക്ക് കൊണ്ടുള്ള മസാലയാണ്. ഒരു 2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മൾ സാധാരണ മുളക് പൊടി, അതായത് പിരിയൻ മുളകും സാധാ മുളകും കൂടെ പൊടിച്ച് വെച്ചാണ് ഇതിപ്പോൾ ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ അതൊരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു അരച്ച കൂട്ടാണ് കേട്ടോ ഇനി ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. മട്ടൻ 4 വിസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര പാകമായിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ലിഡ് വെച്ച് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന്. ഇനി പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്തിട്ടുള്ള മസാല കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടെല്ലാം കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചധികം വെള്ളമുണ്ട് കേട്ടോ, എന്തായാലും വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം, നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് അവസാനം കുറച്ച് മല്ലിയിലയും രമ്പയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും ഇങ്ങനെ ചേർക്കുന്ന സമയത്ത്. ഇത് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്, മട്ടനും ഒന്ന് പാകമായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. മട്ടനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെന്ത് കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും. പിന്നെ ചിക്കൻ ഞാൻ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും മാത്രമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറെ എണ്ണ പലഹാരങ്ങളൊന്നും അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതാ വീശിടിയപ്പവും ചിക്കൻ ഫ്രൈയും മട്ടൻ കറിയൊക്കെ കൂട്ടിയിട്ട് നോമ്പ് തുറക്കുള്ള ഫുഡുമായി പിന്നെ രാത്രിത്തെ ഫുഡുമായി ഒരു 8 മണിയൊക്കെ ആയ സമയത്താണ് ഫുഡൊക്കെ കഴിച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു നോമ്പിൻ്റെ എന്നുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കറി തന്നെയാണ് ഞാൻ അടുത്ത ദിവസം രാവിലെയും പിന്നെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഈദിൻ്റെ ഒരു വൈബ് വരാൻ വേണ്ടിയിട്ട് മൈലാഞ്ചിയും കൂടെ വെച്ചാലേ ആ ഒരു പൂർണ്ണത വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മൈലാഞ്ചിക്ക് ഒന്ന് പറിച്ച് അരച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അടുത്ത ദിവസം രാവിലെ കേട്ടോ പിന്നെ മൈലാഞ്ചി ഇളക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കളറൊന്നും കൂടുതൽ കിട്ടും, മോൾക്ക് കുറച്ചൊന്ന് കളർ കുറവായിരിക്കും കേട്ടോ എപ്പോഴും മൈലാഞ്ചി വയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഓരോരുത്തരുടെ കൈൻ്റെ രീതി അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കളർ വരുന്നതും വരാതിരിക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ 2 കൈക്ക് ഇങ്ങനത്തെ ഒരു സെയിം സാധനമാണ് വെക്കുന്നതെങ്കിലും പക്ഷേ ഒരു ഡിഫറൻറ്റ് കളറാണ് വരുന്നത്. പിന്നെ ഇതാ പെരുന്നാൾ നമസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മക്കളുടെ ഈദ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതാ നമ്മൾ കാറിലോട്ട് കയറുന്നുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം പുത്തിരിക്കണ്ട മൈതാനത്ത് വെച്ചാണ് കേട്ടോ ഈദ്ഗാഹ് നടത്തുന്നത്. നമ്മളിതാ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പോകുന്ന സമയത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒന്നൊരു ഒതുങ്ങി കിടക്കായിരുന്നു. പക്ഷെ അവിടെ എത്തിയതിന് ശേഷം അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു ഇതെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എങ്കിലും മഴ കാരണം കുറച്ച് കുറവായിരുന്നു കേട്ടോ തിരക്ക്, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ നമസ്കാരം അവിടെയുള്ള ആ ഒരു പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. മോളെല്ലാം കയ്യിലിങ്ങനെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈദാശംസകളൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലോട്ട് വരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളങ്ങോട്ട് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. വീട്ടിലെത്തി പിന്നെ ചിക്കൻ ഞാൻ മസാല പുരട്ടി വെച്ചത് എടുത്ത് രാവിലെ നമ്മൾ പള്ളിയിലോട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുപ്പൊക്കെ ഒന്ന് മാറിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ടേ. ചിക്കൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അപ്പോൾ ഒന്ന് ചൂടോടുകൂടി ഒന്ന് ചുട്ടുകൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ കറി ഉണ്ടായിരുന്നു, കറി ഒന്ന് ചൂടാക്കി വെച്ചു. പിന്നെ അതാ ചിക്കൻ ഫ്രൈയും റെഡി ആക്കിയിട്ടുണ്ട്. തലേ ദിവസത്തെ ഇടിയപ്പം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അതും ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓവൻ വെച്ചൊന്ന് ചൂടാക്കി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലത്തെ ഒരു ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ വെച്ചാൽ നല്ല മഴയായിരുന്നു, അറിഞ്ഞങ്ങ് തുള്ളി പെയ്യുകയായിരുന്നു കേട്ടോ മഴ. അത്ര നല്ല വലിയ ഹെവി റെയിൻ ആയതുകൊണ്ടാണ് ഈ മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളം കെട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ വെള്ളം കെട്ടിച്ചില്ലെങ്കിൽ താഴോട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ നല്ലോണം മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും കേട്ടോ. രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെയിം റെസിപ്പി ഞാൻ നമ്മുടെ
ഇപ്പോൾ ഞാൻ അടുത്തായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ സെയിം റെസിപ്പി തന്നെയാണ്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ഉള്ളി ഇങ്ങനെ വഴറ്റിയിട്ടാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് ഉള്ളി പൊരിച്ചിട്ടാണ്, ആ ഒരു വഴറ്റിയ ഉള്ളിക്ക് പകരം ഒരു പൊരിച്ച ഉള്ളി ചേർത്തിട്ടാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം തന്നെയുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്ന് വഴിച്ചിട്ട് അതിലേക്ക് വേവിച്ച മട്ടൻ ആ ഒരു വെള്ളത്തോട് കൊടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, അതിന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, മസാല ഒന്ന് സെറ്റാക്കണം. അതുപോലെ തന്നെ മട്ടൻ ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഞാൻ വേവിച്ചെടുക്കുന്നതാണ് ഇപ്പം കാണുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ ഓൾറെഡി ഞാൻ മസാല പുരട്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പള്ളിയിൽ പോയ സമയത്ത് ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടേ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊരിച്ച ഉള്ളിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസും കൂടെ ഒന്ന് വേവിച്ച് ലെയർ ചെയ്ത് ദമ്മിട്ടെടുക്കുക, അത്ര മാത്രമുള്ള പ്രൊസീജിയർ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അതായത് നമ്മൾ ആ ഒരു കാണിച്ച അതേ സെയിം റെസിപ്പി തന്നെയാണ്. ആ ഒരു ഉള്ളി പൊരിച്ചിട്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേരിയേഷൻ ചെറുതായിട്ടുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പെരുന്നാളൊക്കെയല്ലേ എന്തെങ്കിലും സ്വീറ്റ് ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനത്തെ ഒരു പെരുന്നാൾ, ഇങ്ങനെ മെയിൻ കോഴ്സ് മാത്രം ഇറക്കി പോകുന്നൊരു പെരുന്നാൾ. അല്ലെങ്കിൽ കസ്റ്റേർഡ് കാണും, കിണ്ണത്തപ്പം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അലിക്കുടുത്ത സാധനങ്ങളൊക്കെ കാണും. മെയിൻ അലുവ ഉണ്ടാക്കും. ഇപ്പോഴത്തെ ആരോഗ്യ സ്ഥിതി വെച്ചാൽ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു പായസമെങ്കിലും പിള്ളേർക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കിയതാണ്. പക്ഷേ പായസം ചെറുതായിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഇത് ഭയങ്കര നൈസ് സേമിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു, എനിക്ക് അറിഞ്ഞൂടെ ഇത് പെട്ടെന്ന് വേഗമോ ഇല്ലെന്നുള്ള അറിവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സമയം ഒന്ന് വേവിച്ചു, ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി ഒരു 25 മിനിറ്റ് ഒന്ന് ഞാൻ ദമ്മിട്ട് വെച്ചു. പിന്നെ അതുകഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് വീണ്ടും ഒന്ന് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. ബിരിയാണി നമ്മൾ എപ്പോഴും തയ്യാറാക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴേ അവർ ഇരുന്നിട്ടുണ്ടല്ലോ, ഒരു അരമണിക്കൂർ കൂടി ഇരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ബിരിയാണി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് റൈസൊക്കെ ഒന്ന് പാകമായിട്ട് കിട്ടും. അതിനുവേണ്ടി ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് കറക്റ്റ് ലെവലിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ള, അതായത് റൈസ് തയ്യാറാക്കിയിട്ടുള്ള ഒരു പോട്ടിൽ തന്നെയാണ് ബിരിയാണി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഇടുന്നത് കേട്ടോ. മട്ടനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, റൈസൊക്കെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചിട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതല്ലാതെ ബാക്കിയെല്ലാം സെയിം, ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ബിരിയാണിയുടെ അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബിരിയാണി ഒന്ന് സെർവ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇതൊരു വൈകിട്ടുണ്ട്, ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ആ കുട്ടി വന്നിട്ട് പോയി. അതിനൊക്കെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഈദ് മുബാറക്ക്.